വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. ഇപ്പോൾ RRB NTPC എക്സാമിന് എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും. ഇനിയിപ്പം എക്സാമിന് കുറച്ച് സമയം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പലരും പ്രിപ്പറേഷൻ ഇങ്ങനെ സ്ലോ ആക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് എക്സാം എഴുതുന്ന ഒരു RRBയിലെ ഒരു എക്സാമാണ് RRB NTPC എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പം തന്നെ നല്ല രീതിക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ്. പിന്നെ RRB റീസണിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ എല്ലാവർക്കും എളുപ്പമാണ്, എന്നാൽ കൂടുതൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡയറക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം, മിസ്റ്റർ ഇസഡ് സ്റ്റാൻഡ് ഫേസിങ് ടുവേർഡ്സ് ഈസ്റ്റ്. മിസ്റ്റർ ഇസഡ് സ്റ്റാൻഡ്സ് ഫേസിങ് ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഈ ഡയറക്ഷനിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബേസിക് ഡയറക്ഷൻസ് ആദ്യം അറിയണം. എങ്ങനെയാണ് ഡയറക്ഷൻസ് വരുമ്പോഴത്തേക്കും നോർത്ത് സൗത്ത് ഒന്നും ആർക്കും ഒരു കൺഫ്യൂഷനും കാണില്ല. കാരണം എല്ലാവർക്കും അറിയാം, ടോപ്പിൽ നോർത്ത്, താഴെ സൗത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ വെസ്റ്റും ഈസ്റ്റും വരുമ്പോഴാണ് മിക്കവർക്കും കൺഫ്യൂസിങ് ആവുന്നത്. വെസ്റ്റും ഈസ്റ്റും വരുമ്പോൾ ശരിക്കും എങ്ങനെയാണ്, വി നോർത്ത് വെക്കുക, W ലെഫ്റ്റ്, E റൈറ്റ്, V അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഡയറക്ഷൻ മാറിയേ പോവില്ല. പിന്നെ പലർക്കും എങ്ങനെ എഴുതിയാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ആ ഡയറക്ഷൻ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഡയറക്ഷൻ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഈസിലി ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താലോ, മിസ്റ്റർ ഇസഡ് സ്റ്റാൻഡ് ഫേസിങ് ടുവേർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഇസഡ് എങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈസ്റ്റിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ദേ ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 5 kilometers ആൻഡ് റീച്ച് പോയിന്റ് എ. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഡയറക്ഷനിലേക്ക് നമ്മൾ ആ ഡയറക്ഷനിലേക്ക് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നിന്നിട്ട് വേണം ആലോചിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് വരിക, ഇങ്ങോട്ടല്ലേ. അങ്ങോട്ടേക്ക് എത്ര, 5 kilometers ഇങ്ങോട്ട് നടന്നു. എന്നിട്ട് ഏത് പോയിന്റിലെത്തി, പോയിന്റ് എയിലെത്തി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദെൻ ദേ ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 4 kilometers. അവിടെ നിന്ന് നേരെ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ, 4 kilometers ഇങ്ങോട്ടേക്ക് നടന്നു. ആൻഡ് റീച്ച് പോയിന്റ് ബി, പോയിന്റ് ബിയിലെത്തി. പിന്നെ ഇതിലെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കുറേ നമുക്ക് ക്ലൂസ് തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ക്ലൂസ് വെച്ചിട്ട് നമ്മൾ ഇത് ഡയറക്ഷൻ മാർക്ക് ചെയ്ത് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ, വിച്ച് ഡയറക്ഷൻ ഈസ് മിസ്റ്റർ ഇസഡ് ഫേസിങ് അറ്റ് പോയിന്റ് ബി. പോയിന്റ് ബിയിൽ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്തേക്കുന്നതെന്നാ. ഈ പോയിന്റ് ബിക്ക് ശേഷം സിയുടെ കാര്യം പറയുന്നുണ്ട്, ഡിയുടെ കാര്യവും പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലൂ നോക്കിയിട്ട് നമ്മൾ അതങ്ങ് മാർക്ക് ചെയ്ത് പോവും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ടൈം സേവ് ചെയ്യാം. കാരണം ബിയിൽ ഏത് ഡയറക്ഷനിലാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കി വെക്കുക. അതിനുശേഷം ക്ലൂസ് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, ബിയിൽ ഏത് ഡയറക്ഷനിലാണ്, ബിയിലേക്ക് എന്ന് വരുമ്പോഴത്തേക്കും ആദ്യം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ ഡയറക്ഷനിലല്ലേ പൊക്കോണ്ടിരിക്കുന്നത്. ഏതാണ് ഈ ഡയറക്ഷൻ, വെസ്റ്റ്. അപ്പോൾ മിസ്റ്റർ ഇസഡ് പോയിന്റ് ബിയിൽ വെച്ചിട്ട് ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്തിട്ടുള്ളത്, വെസ്റ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും സിയും ഡിയും ഒക്കെ മാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ടൈം നഷ്ടപ്പെടും. അപ്പോൾ അതിന് നോക്കാതെ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, അതിനുശേഷം ക്ലൂസ് നോക്കി പോവുക. അതായിരിക്കും ബെറ്റർ, ടൈം സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എക്സ് ലീവ്സ് ഹിസ് ഹൗസ് ഫേസിങ് വെസ്റ്റ്. എക്സ് എങ്ങോട്ടാണ്, വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതങ്ങ് മാർക്ക് ചെയ്ത് പോവാം. നമ്മുടെ ചോദ്യം, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് എക്സ് ഫേസിങ് ഇൻ റിലേഷൻ ടു ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിംഗ് പോയിന്റിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പം ഏത് ഡയറക്ഷനിലാണെന്ന്. അപ്പം നമ്മൾ ഫുൾ ക്ലൂസും വായിച്ച് നോക്കേണ്ട വരും. ഓക്കെ, വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തിട്ട് നിൽക്കുകയാണ്, അതായത് ഇങ്ങോട്ടേക്ക്, വെസ്റ്റിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ആ ഡയറക്ഷൻ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുക.
ഓക്കെ, വെസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു. ആഫ്റ്റർ ഡ്രൈവിംഗ് 100 കിലോമീറ്റർ. അപ്പോൾ വീട്ടിൽ നിന്നാണ്, ഇവിടെയാണ് ഹൗസ് ഉള്ളത്, വീട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 100 കിലോമീറ്റർ പോവാണ്. 100 കിലോമീറ്റർ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഹി ടേൺസ് റൈറ്റ് ആൻഡ് അഗെയിൻ ഡ്രൈവ്സ് 100 കിലോമീറ്റർ. അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയുവാണ്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയുവാന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരും? ഇങ്ങോട്ടേക്ക് വരും. വീണ്ടും ഒരു 100 കിലോമീറ്റർ പോയിട്ടുണ്ട്. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ്. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് പോയി. ആൻഡ് ഡ്രൈവ്സ് 50 കിലോമീറ്റർ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് എക്സ് ഫേസിങ് ഇൻ റിലേഷൻ ടു ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണുള്ളത്. ഇപ്പോൾ ഉള്ളത് ഈ ഒരു പോയിന്റിലാണ്. സ്റ്റാർട്ടിങ് എവിടെയായിരുന്നു? ഹൗസ് എന്നാണ്. ഹൗസ് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പലരും വിചാരിക്കും ഇപ്പം ഏത് ഡയറക്ഷനാണെന്ന് ചോദിച്ചാൽ ഇപ്പം വെസ്റ്റിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വെസ്റ്റ് എന്ന് നോക്കും, വെസ്റ്റ് ഓപ്ഷനിൽ ഇല്ലല്ലോ എന്ന് ചിന്തിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ റിലേഷൻ ടു ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? ഹൗസ് ആണ് അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തു. ഓക്കെ, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ദാ ഇവിടെയാണ്. അപ്പോൾ ഇതെവിടെയാണ്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ്? നോർത്ത് വെസ്റ്റിലാണല്ലേ? നോർത്ത് വെസ്റ്റിലാണ്. നോർത്തിനും വെസ്റ്റിനും ഇടയ്ക്കാണ്. സോ നോർത്ത് വെസ്റ്റിലാണുള്ളത്. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, നോർത്ത് വെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നോർത്ത് വെസ്റ്റ് ആ ഒരു ഡയറക്ഷൻ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രന്റ് എന്നുള്ള രീതിയിൽ എടുത്താൽ കുറച്ചും കൂടെ ഈസിലി നമുക്ക് തെറ്റിപ്പോവാതെ ആൻസർ കിട്ടും. നമ്മൾ കുറേ അങ്ങ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ നോക്കുമ്പോൾ തന്നെ ഡയറക്ഷൻ മനസ്സിലാവും. പിന്നെ ഇവിടെ തെറ്റിക്കാനുള്ളൊരു സാധ്യതയുള്ളത് നേരെ തിരിച്ചെടുക്കും. അതായത് ഇപ്പോൾ എവിടെയാണോ അത് ഒറിജിനായിട്ട് എടുത്തിട്ട് ഇത് നോക്കും. അപ്പോൾ ഇവിടെ ഒരു ഹൗസ് ഇവിടെ വരും. അപ്പോൾ ഏതാ ഡയറക്ഷൻ? സൗത്ത് ഈസ്റ്റ്. നോക്കുമ്പോൾ ആ ഓപ്ഷനിൽ സൗത്ത് ഈസ്റ്റും ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവും. നമ്മൾ ഏതൊക്കെ രീതിയിലാണോ തെറ്റിക്കാൻ സാധ്യതയുള്ളത് ആ തെറ്റായിട്ട് വരാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിലും ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ടാവും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വളരെ സ്കോർ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ ആ ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐ ആൻഡ് ജെ ബോത്ത് ആർ സ്റ്റാൻഡിങ് ഫേസിങ് ടുവേർഡ്സ് ഈച്ച് അതർ. ഐയും ജെയും എങ്ങനെയാണ് നിൽക്കുന്നത്? അവർ ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് ഐയും ജെയും നിൽക്കുന്നത്. ഐ സ്റ്റാൻഡ്സ് ഫേസിങ് ടുവേർഡ്സ് സൗത്ത് വെസ്റ്റ്. അതും ഞാൻ ഇങ്ങനെ വരച്ചിട്ട് കാണിച്ചു തരാം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഐ എങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? സൗത്ത് വെസ്റ്റിലേക്ക്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് ആര് നിൽക്കുന്നു? ഐ. ഓക്കെ, ടുവേർഡ്സ് വിച്ച് ഡയറക്ഷൻ ഈസ് ജെ ഫേസിങ് വിത്ത് റെസ്പെക്ട് ടു ഐ. അപ്പം ഐനെ വെച്ചിട്ട് നോക്കുമ്പോൾ ജെ ഏത് ഡയറക്ഷനിലായിരിക്കും? അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ഐയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ആരുള്ളത്? ജെ ഉണ്ടാവുക. ഓക്കെ, ജെ ഉണ്ടാവുക. കാരണം അവർ ഫേസ് ടു ഫേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരാൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ ആള് ഉണ്ടാവുക. അപ്പൊ ഐ സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ ജെ ഏതായിരിക്കും? നോർത്ത് ഈസ്റ്റ്. ഏത് ക്വാഡ്രന്റിലാണ്? നോർത്ത് ഈസ്റ്റ്. സോ ജെ എവിടെയാണ്? നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ഇവിടെ എവിടെയാണ്? ഈസ്റ്റ് നോർത്ത് എന്ന് പറഞ്ഞാലും നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അഖിൽ walks for a distance of 2 kilometer towards east. അഖില് ഒരു 2 കിലോമീറ്റർ നടക്കുകയാണ്. എങ്ങോട്ടേക്ക്? ഈസ്റ്റിലേക്ക്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്? അപ്പോൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് പോയി? ഈസ്റ്റിലേക്ക് ഒരു 2 കിലോമീറ്റർ പോയി. ഓക്കെ, ആൻഡ് ദെൻ ടേൺസ് ലെഫ്റ്റ്. എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റ് എങ്ങോട്ടാ? ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ വോക്ക് ചെയ്യുകയാണ്, നമ്മൾ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ് എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ നമുക്ക് മാറിപ്പോവില്ല. അല്ലെങ്കിലാണ് റൈറ്റും ലെഫ്റ്റൊക്കെ മാറിപ്പോവുക. ഓക്കെ, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് വീണ്ടും ഒരു 2 കിലോമീറ്റർ പോയി. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഫ്രം ഹിസ് ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഇപ്പം ഏത് ഡയറക്ഷനിലാണ്? ഏത് ഡയറക്ഷനിലാണുള്ളത്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണല്ലേ ഇത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിൻ ആയിട്ട് എടുത്തു. ഇപ്പോൾ ഉള്ള പൊസിഷൻ അപ്പോൾ എവിടെയാ? ഇവിടെ ആയിട്ട് വരും.
അപ്പോൾ ഏതാണ്, ഏത് ക്വാഡ്രൻ്റ് ആണ്? നോർത്ത് ഈസ്റ്റ്. സോ ഇനീഷ്യൽ പൊസിഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് മറ്റേ പോയിന്റിന്റെ ഡയറക്ഷൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണെന്നല്ല ചോദിച്ചേക്കുന്നത്. ഇനീഷ്യൽ പൊസിഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പം ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇപ്പം ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഏത് ഡയറക്ഷനിലാണ്? നോർത്തിലേക്കാണ് അല്ലേ, നോർത്തിലേക്കാണ്. പക്ഷെ ഇനീഷ്യൽ പൊസിഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പം ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ക്വാഡ്രൻ്റ് എന്നുള്ളത് നോക്കുക. അപ്പോൾ അതെവിടെയാണ്? നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാനിവിടെ സോൾവ് ചെയ്യുമ്പോൾ അതങ്ങനെ വീഡിയോ കണ്ടു പഠിക്കാതെ നിങ്ങളൊരു പെന്നും പേപ്പർ എടുക്കുക. പെന്നും പേപ്പറും എടുത്തിട്ട് ഈ ക്ലൂസ് നോക്കിയിട്ട് നിങ്ങൾ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ഒപ്പം ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ മാത്സും റീസണിങ്ങും ഒക്കെ പ്രത്യേകിച്ചും എപ്പോഴും പെന്നും പേപ്പറും യൂസ് ചെയ്ത് എഴുതി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യം സോൾവ് ചെയ്യാം. രാജ് വാക്സ് 10 meter ഫ്രം ഹിസ് ഹോം ടുവേർഡ്സ് നോർത്ത്. അപ്പോൾ വീട്ടിൽ നിന്ന്, ഇത് ഹോമാണ്, അവിടെ നിന്ന് 10 meter ടുവേർഡ്സ് നോർത്ത്, നോർത്തിലേക്ക് ഒരു 10 meter പോയി. ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 25 meter. ദെൻ ടേൺ ലെഫ്റ്റ്, അപ്പോൾ ഇങ്ങോട്ട് വരും, താഴേക്ക് വരും. ആൻഡ് വാക്സ് 40 meter എന്ന് പറയുമ്പോൾ ദാ ഇവിടെ ഒരു 10 ഉണ്ടല്ലേ. അപ്പോൾ ദാ ഇത്രയും ഡിസ്റ്റൻസ് എന്താവും? 10 ആവും ഇവിടെ വരെ. ബാക്കി ഇത്രയും എന്താവും? 30 ആവും. ടോട്ടൽ 40 meter ആണ് ട്രാവൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ 10 ഇവിടെ, 30 ഇവിടെ. ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 5 meter. അപ്പോൾ ഇവിടെ എന്താണ്, ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവിടെ 40 എന്ന് അങ്ങനെ എഴുതിയാൽ പോരെ, എന്തിനാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന്. അത് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ, ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് മാർക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഈസി ആവും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ടുണ്ടാണ് 40 meter കഴിഞ്ഞു. ദെൻ ടേൺസ് റൈറ്റ്, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. ആൻഡ് വാക്സ് 5 meter, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു, 5 meter ട്രാവൽ ചെയ്തു. ടു റീച്ച് ദ സ്കൂൾ, എവിടെ എത്തി? സ്കൂളിലെത്തി. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് സ്കൂൾ ഫ്രം ഹിസ് ഹോം? ഹോം വെച്ചിട്ട് നോക്കുമ്പോൾ സ്കൂള് ഏത് ഡയറക്ഷനിലാണ്? ഇപ്പോൾ ഹോമിനെ ഒറിജിൻ ആക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂൾ എവിടെയുള്ളത്? ദാ ഇവിടെയാണ് അല്ലേ. അതായത് ഇങ്ങനെ വരും. ഈ പോയിന്റ് ഏതാണ്? വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. ഏതാണ്? വെസ്റ്റ് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, എന്തായാലും സെയിം ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. എ പേഴ്സൺ ഫേസിംഗ് ടുവേർഡ്സ് സൗത്ത് വെസ്റ്റ് ഈസ് ഫേസിംഗ് 270 degree, rotates clockwise and then rotates 90 degree anti-clockwise. Now facing which direction? അതായത് സൗത്ത് വെസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യാണ്? ആദ്യം 270 degree ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു, പിന്നെ 90 degree ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? ഇതെങ്ങനെ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാമെന്നറിയോ? ആദ്യം എവിടെയാണ് നിൽക്കുന്നത്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ആദ്യം ഫേസ് ചെയ്യുന്നത് സൗത്ത് വെസ്റ്റിലേക്കാണ്. അപ്പോൾ അതാ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി എന്താ പറയുന്നത്? 270 degree ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പ്ലസും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൈനസ് എന്നും എടുക്കാം. ഓക്കെ, 270 degree ക്ലോക്ക് വൈസ്, അപ്പോൾ പ്ലസ് 270. പിന്നെ എന്താണ്? 90 degree ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പോൾ എന്ത് വരും? മൈനസ് 90. എന്താണ് 270 മൈനസ് 90? 180. പ്ലസ് 180 അല്ലേ വന്നത്? പ്ലസ് 180 വന്നത്. എന്ന് വെച്ചാൽ 180 degree ക്ലോക്ക് വൈസ് ആണ് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. 180 degree ക്ലോക്ക് വൈസ്. ഇനിയിപ്പം മൈനസ് 180 ആയിരുന്നെങ്കിലോ 180 degree ആൻറ്റി ക്ലോക്ക് വൈസ് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇൻ ടോട്ടൽ 180 degree ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. 180 degree ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ വരും അല്ലേ? അതായത് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഫൈനലി നിൽക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അതേതാണ് ഡയറക്ഷൻ? നോർത്ത് ഈസ്റ്റ് ഓപ്ഷൻ ഡി. അപ്പോൾ ഈ തരത്തിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക?
ഇൻ ടോട്ടൽ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുക. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. അങ്ങനെ ഫൈനലി എന്ത് ചെയ്യുക, ഇൻ ടോട്ടൽ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. പ്ലസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയേക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്, മൈനസ് ആണെങ്കിൽ എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഗവാസ്കർ ലീവ്സ് ഫ്രം ഹിസ് ഹോം ആൻഡ് വാക്സ് സ്ട്രെയിറ്റ് ഈസ്റ്റ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ്, സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു. എങ്ങോട്ടേക്കാണ്, സ്ട്രെയിറ്റ് ഈസ്റ്റിലേക്ക് നടന്നു. ഓക്കെ, ആഫ്റ്റർ വാക്കിംഗ് 60 മീറ്റർ ഹി ടേൺസ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ആൻഡ് വാക്ക് സ്ട്രെയിറ്റ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 15 മീറ്റർ ലെഫ്റ്റിലേക്ക് നടന്നു. ദെൻ ഹി ടേൺസ് വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ആൻഡ് വാക്ക് സ്ട്രെയിറ്റ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 20 മീറ്റർ നടന്നു. അപ്പോൾ ഇവിടെ അപ്പം തന്നെ മാർക്ക് ചെയ്യുക, ഇത്രയും 20 ആണ്, ഇത്രയും 40 ആണ്. പിന്നെ ആ 60 അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതവിടെ കിടന്നു എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടിരുന്നാൽ മതി. 60. ഓക്കെ, 60. ദെൻ എന്താണ്, ഹി ടേൺസ് ലെഫ്റ്റ് ഫോർ ദ ലാസ്റ്റ് ടൈം വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയാണ് ആൻഡ് റീച്ച് എ ഡിസ്റ്റൻസ് ഓഫ് 15 മീറ്റർ മൂവ്സ്. വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, 15 മീറ്റർ മൂവ് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ 15 ആണ്, ആ സെയിം 15 തന്നെ. അപ്പോൾ ഏത് പോയിന്റിലെത്തി, ഈ ഒരു പോയിന്റിലെത്തി. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹിസ് ഹൗസ്. ഇപ്പം എത്ര ഡിസ്റ്റൻസിലാണ്, ഹൗസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം ഹൗസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാ, ഈ 40. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഈ 60 എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയോണ്ടുള്ള അഡ്വാൻറ്റേജ് കണ്ടോ. നമുക്ക് ജസ്റ്റ് ആ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ ആൻസർ മനസ്സിലാവും. അപ്പോൾ ഇവിടെ 40 മീറ്റർ ഡിസ്റ്റൻസിലാണുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്യാം. സ്റ്റാർട്ടിങ് ഫ്രം പോയിന്റ് എസ്, മഹേഷ് വാക്ക്ഡ് 25 മീറ്റർ ടുവേർഡ്സ് സൗത്ത്. പോയിന്റ് എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മഹേഷ് 25 മീറ്റർ സൗത്തിലേക്ക് നടന്നു. പോയിന്റ് എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 25 മീറ്റർ സൗത്തിലേക്ക് നടന്നു. ഹി ടേൺസ് ടു ഹിസ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ആൻഡ് വാക്ക്ഡ് 50 മീറ്റർ. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, 50 മീറ്റർ നടന്നു. ഹി അഗെയിൻ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് 25 മീറ്റർ. വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, 25 മീറ്റർ നടന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, ഇവിടെ 25 അല്ലേ, അപ്പോൾ ആ സെയിം ലെങ്ത് തന്നെയായിരിക്കും ഇവിടെയും വരയ്ക്കേണ്ടത്, 25. നമ്മൾ ആ വരയ്ക്കുന്നത് കൃത്യമായിട്ടിരിക്കുക, ഡയറക്ഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുള്ളത്. ദെൻ 25 മീറ്റർ നടന്നു. പിന്നെ എന്താ ഉണ്ടായത്, ഹി അഗെയിൻ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 60 മീറ്റർ. വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. എത്ര മീറ്റർ നടന്നു, 50 മീറ്റർ. 50 മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി 50 ഉണ്ട്, ആ 50 ഇവിടെ വന്നു. വീണ്ടും എന്താണ്, 60 മീറ്റർ ആണ്, ഒരു 10 കൂടെ വേണം, ആ 10 ഇപ്പുറത്തും മാർക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് റീച്ച്ഡ് പോയിന്റ് ടി. ഏത് പോയിന്റിലെത്തി, ടിയിലെത്തി. ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് മഹേഷ് ഫ്രം പോയിന്റ് എസ്. പോയിന്റ് എസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആൻഡ് ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് പോയിന്റ് എസിൽ നിന്നുള്ളത്, 10 മീറ്റർ. 10 മീറ്റർ ഇവിടെ 2 ഓപ്ഷനിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ കൂടെ നോക്കാം. പോയിന്റ് എസിൽ നിന്ന് ഏത് ഡയറക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്, പോയിന്റ് എസിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാ, വെസ്റ്റ് ആണ്, വെസ്റ്റ്. 10 മീറ്റർ വെസ്റ്റ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ RRB NTPC എക്സാമിന് ഞാൻ ആദ്യമേ പറഞ്ഞു, കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു എക്സാം ആണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക. നല്ല രീതിയിൽ റിവിഷൻ, PYQ സോൾവ് ചെയ്ത് റിവിഷൻ ചെയ്ത് ഒക്കെ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് മുന്നോട്ട് പോയാലാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ CCയിൽ RRB NTPCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 8590202323 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ RRB NTPC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്